Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. Unit 1 we continue, and today the topic is Bragg's law and Bragg spectrometer. Bragg's law and Bragg spectrometer in X-ray spectrography. Unit is Crystal Structure, Paper 1, Solid State Physics, BSc Main Physics. So today we start studying X-ray diffraction methods, X-ray diffraction techniques. And the first technique is Bragg X-ray spectrometer. And that is based on Bragg's law. The principle of Bragg spectrometer is Bragg's law. Bragg's law in X-ray spectrography. What is Bragg's law? Bragg derived a relation connecting the wavelength of X-rays lambda, distance between the successive planes D in the crystal, and the glancing angle theta, which is the law is 2D sin theta is L lambda. The crystal plane X-ray diffract ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ പ്ലെയിനിൽ എക്സ്റേ തട്ടി പ്രതിഫലിക്കുമ്പോൾ അവയുടെ ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് ഡിയും അതുപോലെ ഗ്ലാൻസിങ് ആംഗിൾ തീറ്റയും ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് ഡിയും ഗ്ലാൻസിങ് ആംഗിൾ തീറ്റയും തമ്മിലൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ 2D sin theta is L lambda എന്ന് പറയും. N0, 1, 2, 3 പോലുള്ള സംഖ്യകളാണ്. ലാംഡ എക്സ്റേ വേവലെങ്താണ്. എക്സ്റേസ് ഒരു ക്രിസ്റ്റൽ പ്ലെയിനിൽ തട്ടി പ്രതിഫലിച്ചാൽ അതൊരു ലോ ഒബേ ചെയ്യും. ആ ലോ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഗ്സ് ലോ. അതിൻ്റെ ഇക്വേഷൻ 2D sin theta is L lambda ആണ്. ഡി എന്ന് പറയുന്നത് ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ്, ലാറ്റിസ് സ്പേസിംഗ് ആണ്. തീറ്റ ഗ്ലാൻസിങ് ആംഗിൾ എന്ന് പറയും. ഗ്ലാൻസിങ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ 90 മൈനസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയാണ് നമുക്കറിയാം. റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. തീറ്റ 90 മൈനസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ ഗ്ലാൻസിങ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. അത് അപ്പോൾ 2D sin theta L lambda ആണ്. ലാംഡയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. എൻ വാല്യൂ 0, 1, 2, 3 പോലുള്ള സംഖ്യകളാണ്. ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ബ്രാഗ്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ബ്രാഗ്സ് ലോ? Bragg derived a relation connecting the wavelength of X-rays lambda, distance between successive planes in the crystal, and glancing angle. The law is 2D sin theta is L lambda. Here two rays reflected by successive planes will be in phase because the extra distance traveled by the second ray is an internal multiple of wavelength. Hence they reinforce and produce an intense spot. Here the two rays reflected by successive planes will be in phase and they have a path difference. And second ray, and this path difference is an internal multiple of lambda. Hence they reinforce and produce an ഇൻറ്റൻസ് സ്പോട്ട്. അതായത് എക്സ്റേ രണ്ട് പ്ലെയിനിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, രണ്ട് സക്സസീവ് പ്ലെയിൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവ തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഉണ്ടാകും. ഡെൽറ്റ എല്ലാം ആണെങ്കിൽ നമ്മൾ ഒപ്റ്റിക്സിൽ പഠിക്കുന്ന ഇൻ്റർഫറൻസ് കണ്ടീഷൻ ഡെൽറ്റ എല്ലാം ആണെങ്കിൽ അത് ഒരു ബ്രൈറ്റ് സ്പോട്ട്, ബ്രൈറ്റ് ബാൻഡ് തരും. സോ ഇൻ ദ ഇക്വേഷൻ ഇസ് എൻ ഇൻറ്റിജർ. ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ദ ബ്രാഗ്സ് ഇക്വേഷൻ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഇക്വേഷനാണ് ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലൊരു ചെറിയ പ്രൂഫുണ്ട്, ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാം. ബ്രാഗ് ലോ എങ്ങനെയാണ് തെളിയിക്കുന്നുള്ളത്. ഈ പടത്തിൽ രണ്ട് പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട് നമ്മൾ താഴെ. അത് രണ്ട് ക്രിസ്റ്റൽ പ്ലെയിനാണ്. ആ ക്രിസ്റ്റൽ പ്ലെയിനുകൾ നമ്മൾ അകലാണ് ഡി, ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലാറ്റിസ് സ്പേസിംഗ് എന്ന് പറയും. രണ്ട് ഇൻസിഡൻറ്റ് എക്സസൈസാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് എ ബി, രണ്ടാമത്തെ എ ഡാഷ് ബി ഡാഷ്. എ ബി എന്നുള്ളത് ടോപ്പ് പ്ലെയിനിൽ പതിക്കും, എ ഡാഷ് ബി ഡാഷ് ബോട്ടം പ്ലെയിനിൽ പതിക്കും. അവ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. ബി സി ആയിട്ടും ബി ഡാഷ് സി ആയിട്ട് പോവുകയാണ്. അവിടെ ഈ തീറ്റ എന്നൊരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. തീറ്റ ബിയിൽ ഒരു തീറ്റ എന്നൊരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ആ തീറ്റ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസിങ് ആംഗിൾ. തീറ്റ ആംഗിളിനെ വിളിക്കുന്ന ഗ്ലാൻസിങ് ആംഗിൾ. അത് 90 മൈനസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടില്ല. സോ ഇൻ ദ ഫിഗർ 2 crystal planes are shown by 2 parallel lines AB and A dash B dash are 2 incident rays. The first incident X-rays, the first ray falls on the top plane and second ray falls on the bottom plane, and they are reflected along BC and B dash C.
they possess a path reference. To find path reference, we draw normals. Normals B and BD. Then evidently, the path reference is B dash E plus B dash D. The path reference is B dash E plus B dash D. The extra distance traveled by second ray. The extra distance traveled by second ray is called path difference, which is B dash E plus B dash D. Theta is a glancing angle. If theta is glancing angle, an angle theta is marked below, which is also theta. The reason is, it is evident, simple geometry. One angle is common, that theta and just below angle is 90, and the bottom theta and the top angle is 90. So one angle is common. So if the top angle is theta, the bottom angle is also theta. That is the reason. So glancing angle is marked, and from this two triangles, that is B dash E and B dash D, we find B dash E and B dash D. Add them and find path reference. And that is explained here. Path reference എന്താണ്? D sin theta plus D sin theta. B dash E എന്ന് പറഞ്ഞാൽ D sin theta ആണ്. B dash D എന്ന് പറഞ്ഞാലും B dash E എന്ന് പറഞ്ഞാലും B dash D എന്ന് പറഞ്ഞാലും അത് D sin theta ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എഴുതുകയാണ് ഇവിടെ. So look here. A ray B is incident on the first plane of the crystal at a glancing angle theta and is reflected along BC at the same angle. Similarly, the second ray A dash B dash is reflected from along BC. The ray A dash B dash C dash has a larger path than ABC. So there is path reference. ഇപ്പോൾ രണ്ടാമത്തെ പാത്ത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് അത് എ ബി സി ഒക്കെ വലിയ പാത്താണ്. ഇപ്പോൾ പാത്ത് റിഫറൻസ് ഉണ്ട്. To find the path reference, draw perpendicular B and BD to A dash B dash and B dash C dash. Then path reference is EB dash plus or B dash E plus B dash D. Both are D sin theta. That is D sin theta plus D sin theta. That is 2D sin theta. You look here, B dash E or EB dash and B dash D is equal to D sin theta. That is evident in the triangle. You see the triangle. In the triangle B dash E, B take sin theta. Sin theta is opposite side by hypotenuse. That is B dash E by D. Therefore, B dash E is D sin theta. The same is applicable to the triangle B dash D. So total path is 2D sin theta. And for a bright spot, for constructive interference, you know the path reference delta is in lambda. For constructive interference, path reference delta is in lambda. D is the spacing between successive planes. For maximum intensity, the path reference must be an integral multiple of lambda. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് മാക്സിമം ഇൻറ്റൻസിറ്റിക്ക് ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടുന്നതിന്, ഒരു ബ്രൈറ്റ് ലൈൻ കിട്ടുന്നതിന് അതിൻ്റെ കണ്ടീഷൻ ഡെൽറ്റ ഇസ് ലാംഡ ഓർ 2D sin theta is lambda, where n is equal to 1, 2, 3, etc. n0 ആണെങ്കിൽ സെൻറ്റർ മാക്സിമം, n1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ മാക്സിമം, n2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ മാക്സിമം. ഈ കാര്യങ്ങളെല്ലാം ഒപ്റ്റിക്സിനകത്ത് ഇൻ്റർഫറൻസിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡിഫ്രാക്ഷനകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് ഇത്തരം കണ്ടീഷൻസ്. ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇത് ആ സെച്ചെന്ന് ഓർക്കണം. ഇനി ഈ ബ്രാഗ് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ടാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. പല എക്സ്പെരിമെൻ്റ്, നമ്പർ ഓഫ് ടെക്നിക്സ്, ഒരു 3-4 ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ, ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ്റെ. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ എന്ന് പറയാം. ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ്റെ ഒരു സ്പെക്ട്രോമീറ്ററാണ് ബ്രാഗ് സ്പെക്ട്രോമീറ്റർ. കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രാഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. X-ray diffraction is studied using Bragg X-ray spectrometer. Bragg X-ray spectrometer is shown in the figure. The first one is a Cool's tube. X-ray is produced by Cool's tube. X-ray can be produced by Cool's tube, and the X-rays are passed through two lead slits. Two lead slits S1 and S2 to make it narrow. To produce a narrow intense beam, the X-rays coming from the Cool's tube, the X-ray tube, are passed to
through two slits, lead slits. S1 and S2 are lead slits because X-ray is transparent for all other substances. Lead and lead containing materials obstruct X-rays. So lead slits are used here. And this X-ray is falling on a crystal C. Crystal C is on a rotating table. Table can be rotated. The angle to which the table T is rotated can be measured using a vernier scale in degrees. And the reflected X-ray is received in an ionization chamber, and ionization current produced is measured using an electrometer. Is an electrometer. There is an ionization chamber. When X-ray falls in the ionization chamber, ionization current is produced, and this current is measured using an electrometer. Thus, we can measure current, which is an indication of X-rays reflected by the crystal. So this is Bragg spectrometer. You have to draw the figure neatly. Then the results obtained are shown in the figure. The result obtained after the experiment is shown in the figure. In the figure, there are 3 peaks, A1, A2, A3 are shown. They represent a maximum intensity. In the x-axis, glancing angle is taken. The y-axis, intensity of X-rays, intensity of the reflected X-rays, intensity of the X-rays received by ionization chamber is marked. Glancing angle, the x-axis, we obtained 2 peaks. There are different angles. There are different angles at which maxima are obtained. And the first one is first order maximum, second one is second order maximum, third one is third order maximum. There are 3 small peaks, B1, B2, B3. They are peaks of another wavelength. X-ray is not exactly monochromatic. It may contain more wavelengths. A1, A2, A3 are for one particular wavelength, and B1, B2, B3 are for another wavelength. So the 3 peaks, A1, A2, A3, are important for us, and this is the result obtained. അപ്പോൾ നമ്മൾ ഈ എക്സ്റേയുടെ ഈ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ഈ കറണ്ട് അളന്ന് ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ കറണ്ട് അളക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാം. കറണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ഗ്ലാൻസിങ് ആംഗിളിലും വെച്ച് കറണ്ടിൻ്റെ അളവ് ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 പീക്ക് കിട്ടും. ഇത് ഓരോ റിഫ്ലക്ഷൻ മാക്സിമയെ കാണിക്കുന്നതാണ് A1, A2, A3. അത് ഡിഫറൻറ്റ് ഗ്ലാൻസിങ് ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഇനി അങ്ങോട്ട് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം അപ്പാരൻസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. എന്താണ് ബ്രാഗ് സ്പെക്ട്രോമീറ്റർ എന്ന് ആദ്യം പറയുകയാണ്. വാട്ട് ഈസ് ആക്ച്വലി ദ ബ്രാഗ് സ്പെക്ട്രോമീറ്റർ? Essential parts of a Bragg spectrometer are shown in the figure. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. It consists of 3 parts. One, source of X-rays. 2, a crystal held on a circular table. And 3, a detector. ഒരു ബ്രാഗ് സ്പെക്ട്രോമീറ്ററിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒരു എക്സ്റേ സോഴ്സ്, അത് മിക്കവാറും ഒരു കൂൾഡ് ട്യൂബ് ആയിരിക്കും. രണ്ടാമത് ക്രിസ്റ്റൽ. നമ്മൾ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ പഠിക്കാനാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റൽ ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൽ വെച്ചിരിക്കും, സർക്കുലാർ ടേബിളിൽ വെച്ചിരിക്കും. ടേബിൾ ഈസ് കേപ്പബിൾ ഓഫ് റൊട്ടേഷൻ. പിന്നെ ഒരു ഡിറ്റക്ടറുണ്ട്. ഈ എക്സ്റേ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എക്സ്റേ നമുക്ക് അളക്കാനുള്ള ഒരു ഡിവൈസ്. അതിനാണ് നമുക്ക് അയണൈസേഷൻ ചേമ്പറും ഇലക്ട്രോമീറ്ററും ഉപയോഗിക്കുന്നത്. X-rays from an X-ray tube are limited by lead cells. ഞാൻ lead cells കാര്യം പറഞ്ഞു. മറ്റ് സ്ലിറ്റുകൾക്ക് എക്സ്റേ തടയാനാവില്ല. lead cells S1 and S2, it is allowed to fall on a crystal C. The crystal C is mounted on a circular table. ഒരു സർക്കുലർ ടേബിളിലാണ് ക്രിസ്റ്റൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. The table is fitted with a vernier way. അപ്പോൾ നമുക്ക് റീഡിംഗ് എടുക്കണം. ടേബിൾ എത്രമാത്രം കറക്കുന്നു അത് അളക്കാനായിട്ട് ഒരു വെർനിയർ സ്കെയിലുണ്ട്. The table is provided by a radial arm. നമുക്ക് തിരിക്കാനുള്ള ഒരു റേഡിയൽ ആം ഉണ്ട്, ആ നീണ്ടിരിക്കുന്ന സൈഡിലേക്ക്.
radial arm and it can be rotated. The radial arm carries an ionization chamber. അപ്പോൾ റേഡിയൽ ആമിലാണ് അയനൈസേഷൻ ചേംബർ ഉള്ളത്. അതിൽ നിന്നാണ് ഇലക്ട്രോമീറ്റർ കണക്ട് ചെയ്യുന്നത്. അയനൈസേഷൻ ചേംബറായി the ionization chamber is connected to an electrometer E to measure the ionization current. Hence we can measure the intensity I of the diffracted X-rays deflected in the direction of the ionization chamber. അപ്പോൾ അയനൈസേഷൻ ചേമ്പറിലേക്ക് വരുന്ന എക്സ്റേസിൻ്റെ ഇൻറ്റൻസിറ്റി ഈ കറണ്ട് അളന്നിട്ട് നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. ഇനി നമ്മൾ പരീക്ഷണം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ടു ബിഗിൻ വിത്ത് ദ ഗ്ലാൻസിങ് ആംഗിൾ തീറ്റ ഫോർ ദി ഇൻസിഡൻറ്റ് ബീം ഈസ് കെപ്റ്റ് വെരി സ്മോൾ. ആദ്യമായിട്ട് ഗ്ലാൻസിങ് ആംഗിൾ വളരെ കുറച്ച് വെക്കണം. ഗ്ലാൻസിങ് ആംഗിൾ അറിയാമല്ലോ, 90 മൈനസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ച് വെക്കണം. ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ ആ ഓർഡറിൽ വെക്കണം. ഇത് അയനൈസേഷൻ ചേംബർ ഈസ് അഡ്ജസ്റ്റഡ് ടു റിസീവ് ദ റിഫ്ലക്റ്റഡ് ബീം till the rate of deflection is maximum. അപ്പോൾ നമ്മൾ ഈ അയനൈസേഷൻ ചേംബർ തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന സ്ഥാനം കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ഇസ് മാക്സിമം. ദ ഗ്ലാൻസിങ് ആംഗിൾ തീറ്റ ആറ്റ് ദി ഇൻറ്റൻസിറ്റി ഐ ഓഫ് ദി ഡിഫ്രാക്റ്റഡ് ബീം ആർ മെഷേർഡ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഇലക്ട്രോമീറ്ററിൽ മാക്സിമം കറണ്ട് കിട്ടുമ്പോൾ എപ്പോഴാണ് കിട്ടുന്നത് ആ പർട്ടിക്കുലർ ആംഗിളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഗ്ലാൻസിങ് ആംഗിൾ. അതുപോലെ ഇൻറ്റൻസിറ്റി ഇലക്ട്രോമീറ്റർ ഇളക്കുന്നത് അത് നോട്ട് ചെയ്യണം. അപ്പോൾ പരീക്ഷണത്തിൽ 2 കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ആദ്യമായിട്ടൊരു 5-10 ഡിഗ്രി ചലിച്ച് ക്രിസ്റ്റൽ വെക്കണം. എന്നിട്ട് ടേബിൾ റൊട്ടേറ്റ് ചെയ്യണം. ഒരു പ്രത്യേക ആംഗിൾ വരുമ്പോൾ ചേമ്പറിനകത്ത് മാക്സിമം കറണ്ട് കിട്ടും. ആ മാക്സിമം കറണ്ട് കിട്ടുന്ന ഗ്ലാൻസിങ് ആംഗിൾ നോട്ട് ചെയ്യണം, ഇൻറ്റൻസിറ്റി നോട്ട് ചെയ്യണം. ഇത് കറണ്ടിൻ്റെ അളവാണ്. The glancing angle is next increased. The glancing angle is next increased in equal steps by rotating the crystal table. Glancing angle നമ്മൾ പടിപടിയായിട്ട് കൂട്ടിയിട്ട് പരീക്ഷണം ആവർത്തിക്കണം. If the ionization current is noted for different glancing angle theta, a graph of ionization current against the glancing angle theta is drawn. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫാണ്. നമ്മൾ ഡിഫറൻറ്റ് ഗ്ലാൻസിങ് ആംഗിളിന് ഇൻറ്റൻസിറ്റി അളന്നിട്ട് അവ രണ്ടും ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്ലാൻസിങ് ആംഗിൾ എക്സ് ആക്സിലും ഇൻറ്റൻസിറ്റി വൈ ആക്സിലും കറണ്ടിൻ്റെ അളവ് വൈ ആക്സിലും വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫാണ് നമുക്ക് 3 പീക്കും പിന്നെ ഇടയ്ക്ക് 3 ചെറിയ പീക്കുമായിട്ട് കിട്ടിയത്. ദ പ്രോമിനൻറ്റ് പീക്സ്, ആ പ്രധാനപ്പെട്ട പീക്സാണ് നമ്മുടെ സബ്ജക്റ്റ്. ദ പ്രോമിനൻറ്റ് പീക്സ് A1, A2, A3 refer to X-rays of wavelength lambda. The prominent peaks A1, A2, A3 refer to X-rays of wavelength lambda. The glancing angles θ1, θ2 and θ3 corresponding to the peaks lambda 1 and lambda 2 refer to first, second, third order reflection of the same wavelength. ഒരേ വേവ്ലെങ്തിൻ്റെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ റിഫ്ലക്ഷനാണ് ഈ പീക്സ് A1, A2, A3 കാണിക്കുന്നത്. θ1, θ2, θ3 are next B1, B2, B3 are such peaks for first, second, third order for another wavelength. മറ്റൊരു വേവ്ലെങ്തിൻ്റെ പീക്കാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്റേ പൂർണ്ണമായിട്ട് മോണോക്രോമാറ്റിക് ആയിരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് മറ്റൊരു വേവ്ലെങ്ത് ഉണ്ടെങ്കിൽ അവയുടെ പീക്ക് കിട്ടും. ആ എക്സ്റേ അത്ര ഇൻറ്റൻസ് അല്ലെങ്കിൽ നമുക്ക് പീക്കിൻ്റെ പൊക്കം കുറവായിരിക്കും. അതാണ് B1, B2, B3 കാണിക്കുന്നത്. മറ്റൊരു വേവ്ലെങ്തിൽ കിട്ടിയ
റിസൾട്ടാണ് B1, B2, B3 പീക്കിൽ കാണിക്കുന്നത്. പ്രധാനപ്പെട്ട വേവ് ലെങ്തിൻ്റെ പീക്കുകളാണ് A1, A2, A3 കാണിക്കുന്നത്. അവയുടെ ഗ്ലാൻസിങ് ആംഗിളാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. It is found that sin theta 1 is to sin theta 2 is to sin theta 3 is equal to 1 is to 2 is to 3. This verifies Bragg's law. അപ്പോൾ നമ്മൾ ഈ തീറ്റ 1, തീറ്റ 2, തീറ്റ 3 നോട്ട് ചെയ്തിട്ട് അവിടെ സൈൻ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ തീറ്റ 1 ഈസ് ടു സൈൻ തീറ്റ 2 ഈസ് ടു സൈൻ തീറ്റ 3 1 is to 2 is to 3 എന്ന് കണ്ടാൽ അത് ബ്രാഗ്സ് ലോ തെളിയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് കാണുന്നത്. ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ഈ സൈൻ തീറ്റ 1 ഈസ് ടു സൈൻ തീറ്റ 2 ഈസ് ടു സൈൻ തീറ്റ 3 1 is to 2 is to 3 എന്ന് കാണും. ഇത് ബ്രാഗ്സ് ലോയുടെ പ്രൂഫാണ്. കാരണം എന്താണ്? 2D സൈൻ തീറ്റ ലാംഡയാണ്. അവിടെ 2D ഡി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്നത് ലാംഡയെ ആശ്രയിക്കും. സൈൻ തീറ്റ ഈസ് ലാംഡ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ സൈൻ തീറ്റ ഈ എന്നെ ആശ്രയിക്കും. അപ്പോൾ സൈൻ തീറ്റ 1, സൈൻ തീറ്റ 2, സൈൻ തീറ്റ 3 ഓരോ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ പീക്കുകളുടെ ഗ്ലാൻസിങ് ആംഗിളാണ്. അപ്പോൾ സൈൻ തീറ്റ 1, സൈൻ തീറ്റ 2, സൈൻ തീറ്റ 3 അവയുടെ റേഷ്യോ 1 is to 2 is to 3 എന്ന് കാണാം. അങ്ങനെ കാണുന്നതുകൊണ്ട് നമ്മൾ ബ്രാഗ്സ് ലോ പ്രൂവ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഡി കാണുക, ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കാണുക, അല്ലെങ്കിൽ ലാംഡ കാണുക, എങ്ങനെയും ചോദിക്കാം. ഡിറ്റർമിനേഷൻ ലാംഡ, ഡിറ്റർമിനേഷൻ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ലാംഡ ആകാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റേയുടെ ലാംഡ അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക. അന്നേരം ക്രിസ്റ്റലിൻ്റെ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ, ദ ഫസ്റ്റ് ഓർഡർ ബ്രാഗ് റിഫ്ലക്ഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ ബ്രാഗ് റിഫ്ലക്ഷൻ n is equal to 1. ഫസ്റ്റ് ഓർഡറിന് n is equal to 1 ആണ്. 2D sin theta is equal to 1 into lambda. That is 2D sin theta is lambda. 2D sin theta is lambda. ഫസ്റ്റ് ഓർഡർ അങ്ങനെ വരുമല്ലോ. തീറ്റ ക്യാൻ ബി നോട്ടഡ് ഫ്രം ദി ഗ്രാഫ്. തീറ്റ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. തീറ്റ ക്യാൻ ബി നോട്ടഡ് ഫ്രം ദി ഗ്രാഫ്. ഇഫ് ഡി is known, then lambda can be calculated. ഇപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഇന്റർപ്ലെയിനാർ സ്പേസിങ് അറിയാമെങ്കിൽ നമുക്ക് ലാംഡ ഡിറ്റർമിൻ ചെയ്യാം. മറിച്ചും പറയാൻ കേട്ടോ, ലാംഡ അറിയാമെങ്കിൽ നമുക്ക് ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ക്രിസ്റ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് അറിഞ്ഞുകൂടെങ്കിൽ എക്സ്റേയുടെ വേവ് ലെങ്ത് അറിഞ്ഞാൽ മതി. അപ്പോൾ എക്സ്റേയുടെ വേവ് ലെങ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പരീക്ഷണം ചെയ്ത് ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിന് ഫസ്റ്റ് പിക്കിൻ്റെ ഗ്ലാൻസിങ് ആംഗിൾ മതിയാകും. എന്നെപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി ഇതാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബ്രാഗ്സ് ലോ ഫോർ എക്സ്റേ ഡിഫ്രാക്ഷൻ. ഡിസ്ക്രൈബ് ബ്രാഗ്സ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ടു ഡിറ്റർമിൻ wavelength of X-rays. You see the question. State and explain Bragg law for X-ray diffraction. Describe Bragg's X-ray spectrometer to determine the wavelength of X-rays. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് പേപ്പർ പഠിക്കുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എസ്സേയാണ്. പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു എസ്സേയാണ്. That is all with your 14th lecture on solid state physics. Thank you very much.